ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കമ്പനിക്കാരൻ്റെ പെങ്ങളെ കല്യാണം, നാട്ടിലെ കല്യാണം. വീഡിയോ ഫുള്ള് കിട്ടുക അറിയില്ല, കിട്ടുകയാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തണം വേണ്ടത് നിങ്ങൾ ഇഷ്ടം. അപ്പോൾ നമുക്ക് കണ്ടാലോ, ലെറ്റ്സ് ഗോ. കുഞ്ഞിയാണ് കൊലാകാരൻ. കലാപരമായ കഴിവുകൾക്ക് ഉണ്ട്. നിങ്ങള് പണിയെടുക്കണ്ട് മോനെ. തോർത്തോണ്ട് ഞാൻ ഫസ്റ്റ് വാങ്ങി നോക്കി. അല്ല ആരാ കൊടുത്ത് കോയിന്നോ? കോയിന്നോ? അടിപൊളി മാങ്ങ. ശരി, വണ്ടീനെ എടുക്കുന്നത്. അടിപൊളി വാങ്ങാം. പണിയെടുക്കണോ നോക്കാൻ വന്നതാ. ടെസ്റ്റർമാര് കൊറേ ഉണ്ട് ഇവിടെ. ടെസ്റ്റ് ചെയ്യുന്ന ഈ നല്ല മാങ്ങ, അടിപൊളി മാങ്ങ. വള്ള ചാടീനിട്ടോ എന്റെ. ഓടോ എടുത്തേക്ക് നല്ലതാ. എനിക്ക് എന്റെ സേഫ്റ്റി നോക്കുന്നേക്ക് നല്ലതാ. അലിക്ക എന്താ പരിപാടി? അല്ല ഇതെന്താ പരിപാടി ചോദിച്ചേ? കലവറ ഈസ് ഓൺ. 1 2 3 4 5 6 ചെമ്പ് സെറ്റാ. പണിയെടുക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരിലെ പെട്ടാണ് ഇത്. ഇവ പല്ല പണിയെടുക്കാണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരിൽ പെട്ടാണ് ഈ ലൈന്. അനുസരിച്ച് അങ്ങനെ അടിപൊളിയാട്ടോ. ഷാറല്ലേ? അടിപൊളിയല്ലേ? അത് മതി. കാണാൻ എന്ത് കാണാനുള്ളത്? അടിപൊളിയല്ലേ? അടിപൊളി ഇങ്ങനെ ഈ ആപ്പിളിന്റെ ടീം വരാനുള്ള വെയിറ്റിംഗിലാട്ടോ. ഫുൾ സംഭവം സെറ്റാണ്. നമ്മളെ ഫുഡൊക്കെ സെറ്റാണ്. എല്ലാവരും വെയിറ്റിംഗിലാണ്. യെസ്. ഇത് മീൻകറി അല്ലേ? മീൻകറി അല്ലേ? നല്ല രസമുണ്ട് മീൻകറി. ആളെ അടിപൊളി മീനല്ലേ? മീൻ പൊരിക്കുന്ന കോഴി പൊരിക്കുന്ന നോക്ക. ചിക്കൻ പൊരിച്ച് എടുത്ത് ചിക്കൻ. ഇവിടെ കോഴി വല്ലാണ്ട് പൊരിയുണ്ട്. ഇവിടെ ഇതിന്റെ മുകളിലിട്ട് പൊരിയുണ്ട്. കുറേ ആൾക്കാർ പറയും, ഗൾഫാരൊക്കെ വന്നുണ്ട് കേട്ടോ. ഇതൊക്കെ രസല്ലേ? എന്തെങ്കിലുമൊക്കെ വേണ്ടത്. സെറ്റല്ലേ? പരിപാടിയൊക്കെ അല്ലേ? ഇയാളെ എടുത്തേക്കണോ? എന്താ അറിയോ? അങ്ങനല്ല അതല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ഉണ്ടാവുക പരിപാടികൾ ഇവിടെ ഒക്കെ പോരെ വരും അല്ലേ? അടുത്ത പോരെ വരാനുള്ള പറമ്പാത് അല്ലേ? ആ അത്രേ ഉള്ളൂ. എല്ലാരും റെഡിയാ. പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാല് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമോ? നമുക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാവുമല്ലേ എന്നുള്ളത്? കുറവല്ലേ? ആ പറമ്പാടെ ഉണ്ടാവുമോ?
അടുത്ത പോരെ വരും മുസ്താഖാണ് ചിലപ്പോൾ അവിടെ പോരെ ഉണ്ടാക്കും. ഇനി എന്താക്കുക താറാൻ ഉണ്ടാക്കുന്നു കട്ടായില്ലല്ലേ കൊറേ മരമായിട്ട് പോളൊന്നുണ്ടല്ലോ. നല്ല നല്ല പഴങ്ങളും നേരത്തെ കാലത്ത് വല്ലപ്പോഴെത്തി നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അതെ സജീവമായിരിക്കണം. അതല്ലോ എന്നാലേ സജീവനായിരിക്കും. ഇങ്ങനെ സജീവമായിരിക്കണം. മൂന്നാമത്തെ ഉണ്ടോ നമുക്ക് തിന്നുന്നത് മിണിങ്ങണ്ടോ കടിച്ചു വെച്ച് തിന്നോ. റെഡിയായി എൻ്റെ അടുത്ത് എന്താ സംഭവിക്കുക എന്താ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഓട്ടോ ചായോ നാട്ടിലെ ഫ്രൂട്ട്സിന്റെ കലാകാരനെ കാണിച്ചേ. ഇവന്റെ പെൻഡിലൊക്കെ ഇറങ്ങും പോലെ കറങ്ങുന്നത്. അല്ല താറാവ് ഉണ്ടാക്കിയതാ. താറാവുണ്ട്, താറാവിന്റെ ഉടലെയാണ് മനസ്സിലായത്. ഇതിപ്പോ 1000 എടുത്ത് ആരെങ്കിലും എടുത്ത് അല്ല ഇതിപ്പോ 1000 എടുത്ത് തിന്നാൻ പറ്റുമോ? ഇല്ല പത്തോട്ടെ. തങ്ങളുടെ അവസ്ഥ ഒരു തുമ്പും തലയില്ല. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇതാണ് അവസ്ഥ. അത് മതി. അറിയോ കല്യാണങ്ങളൊക്കെ രസാ. വിഷയം ഇറങ്ങണം. ആടായാലും വീടായാലും എടുത്തോളി. ഞാപ്പളുടെ ടീം വന്നാലുള്ളൊരു നെട്ടോട്ടുണ്ട്. ഏതാ രസം കാണാൻ. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കുള്ള ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും വേണ്ടില്ല. പക്ഷെ വലിയ തിരക്കില്ലേ ഉണ്ടോ? പിയാപ്പിളതോ അങ്ങിറക്കുണ്ട്. ഓന് ഓരട്ടില്ല. അവന് ലാസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ച്. തൻസീർക്ക പണിയെടുക്കുന്നുണ്ട്. എന്തൊക്കെ കാക്കുണ്ട്. ചോറ് അതിലേക്ക് തന്നെ ഇടുക. ഇതാണ് കല്യാണ പെണ്ണിന്റെ കാക്ക. അടുത്ത കല്യാണം നോക്കുന്ന ആളാണ്. ദുബായിലാണ്. വലിയ വലിയ പണിയാണ്. എന്നാലും കല്യാണം നോക്കിണ്ടെന്ന് നമുക്ക് പോലത്തെ. എൻ്റെ കല്യാണം ഉറപ്പിച്ച ഫിസിയോതെറാപ്പിസ്റ്റ്. ഇനി പോട്ടെ. ഓക്കെ ഇതാണ് പെണ്ണും ചെക്കനും അളിയന്മാരും. ഇത് കുറെ കുടുംബക്കാര് ആങ്ങളമാര്. പൊതുവെ നാട്ടിൽ കാണുന്ന ടൈപ്പ് കുർത്തി അലവല ജാതികൾ. അതന്നെ. എന്തിനാ വലുതിട്ടെന്ന് ഓൽക്കും അറിയൂല, നമുക്കും അറിയൂല. പെണ്ണും ചെക്കനും സെറ്റ്. അതിന് പെങ്ങന്മാര് ഓലും എന്തിനാ അങ്ങനെ കെട്ടെന്ന് ഓൽക്കും അറിയൂല. ഓയ് ഓയ് ഓ എന്താത് എന്താപ്പത് ഒഴിവാക്കോ? അഞ്ചാതെ എന്തിനാ അഞ്ചാതെ ഇങ്ങനെ കെട്ടെടുക്കുന്നത്? വേർത്തൊലിച്ച് കുളിച്ച് നിൽക്കുന്നു. ആണവ കരാറിന്റെ ചർച്ച. മുന്നേടെ എന്തോ ഒന്ന് പറഞ്ഞ ആള് ഒന്ന് കാണിച്ചു കൊണ്ടാ. മുന്നേ വിളിക്ക്. എന്ത് മുന്നാണ്? കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേർത്തൊലിച്ച് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് പോവാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.